മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ബോധത്തെ തെളിയിച്ച് നമ്മുടെ കുടുംബങ്ങളെ വിശദീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരെയും നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ഓരോരുത്തരും ഈശോ എന്ന നാമം പറയുന്നുണ്ടെങ്കിൽ, ഈശോയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ മാതാപിതാക്കൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും ഈശോയിൽ വളരണമെങ്കിൽ, ഈശോയോട് ചേർന്ന് ജീവിക്കണമെങ്കിൽ നാം അവരെ പഠിപ്പിക്കണം. ഇതാ ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കൂ. ഞങ്ങൾ 4 പേരും അബുദാബിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് 4 പേർക്കും ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ പേരൻസിൽ ഒരാൾ നഴ്സാണ്. നഴ്സസ് മിനിസ്ട്രിയിലൂടെയാണ് ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടതും കൂടുതൽ അറിഞ്ഞതും. ഇനി ഇൻഡിവിജ്വലായിട്ട് ഞങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോവാന ജോൺ. ഞാൻ പോളണ്ടിൽ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുന്നു. എൻ്റെ പേര് ഇമ്മാനുവൽ ജോസഫ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ജോഹാൻ ആന്റണി. ഞാൻ 7th പഠിക്കുന്നു. എൻ്റെ പേര് ശില്പ മരിയ തോമസ്. ഞാൻ 7th പഠിക്കുന്നു. ശില്പ, മോളുടെ ജീവിതത്തിൽ ഈശോയുടെ സ്നേഹം തൊട്ടറിഞ്ഞ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇത് റീസെൻ്റായിട്ട് സംഭവിച്ചാണ്. അപ്പം ഞാനിങ്ങനെ ഒരു എക്സാമിന് പഠിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ടെൻസ്ഡൊക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് അവസാനം ഞാൻ മറിച്ച് നോക്കാൻ നേരത്തെ എനിക്കൊന്നും തലയിലോട്ട് കയറുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. അപ്പം ഞാൻ എൻ്റെ പപ്പയുടെ അടുത്ത് പോയി. എൻ്റെ പപ്പ പറഞ്ഞു, മോൾ പഠിച്ചു, ഏറ്റവും മോൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം മോൾ ട്രൈ ചെയ്തു, ഇനി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പപ്പ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ജോൺ 14:26 പപ്പ ഉപയോഗിച്ചു. അത് പറയുന്നത്, when the counselor, the Holy Spirit comes, he will teach you all things and remind you of what I have said. ആ വേഴ്സ് ഉപയോഗിച്ച് പപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ എക്സാം എഴുതി. എല്ലാം നല്ല സ്മൂത്തായിട്ട് പോയി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം എനിക്ക് ഫുൾ ഉണ്ടായിരുന്നു എക്സാം. എനിക്ക് 25 കിട്ടി. ഞാൻ വെരി സർപ്രൈസ്ഡ് ആയിരുന്നു, ബിക്കോസ് എനിക്ക് ഒന്നും തലയിലോട്ട് കയറുന്നില്ലായിരുന്നു. അതെൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു എനിക്ക് ഫുള്ള് കിട്ടിയത് ഒരു എക്സാമിൽ. അപ്പോൾ എനിക്ക് ആ ഒരു അനുഭവത്തോടെ എനിക്ക് ഈശോയുടെ സ്നേഹം, എന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതെ, മോള് പറഞ്ഞതുപോലെ മാതാപിതാക്കളെ തലയിൽ കവിച്ച് അനുഗ്രഹിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് വർഷിക്കപ്പെടും. അത് എൻ്റെ ജീവിതത്തിലാണെങ്കിലും അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ശരിക്കും എനിക്ക് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ പപ്പ എപ്പോഴും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എന്നെ സ്കൂളിൽ വിടുന്നത്. അപ്പം ഇന്നാണെങ്കിലും ഇപ്പം ഞങ്ങളുടെ കോളേജിൽ പോകുന്നതിന് മുന്നേ പപ്പാനെ വിളിച്ച് അനുഗ്രഹം മേടിച്ചിട്ടേ ഞാനും പോവുള്ളൂ. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. ജുവാന ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഷെയർ ചെയ്യാനുണ്ടോ? ഉണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട് ഇങ്ങനെ ഒരു അനുഭവം. ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണെങ്കിൽ, ഞാൻ 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫൈനൽ ബോർഡ് എക്സാംസ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് കെമിസ്ട്രി എക്സാം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് എക്സാമിന് പോകുന്നതിന് മുന്നേ, ഏത് എക്സാമിന് പോകുന്നതിന് മുന്നേയും പപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് നീ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം, ലൂക്ക 10:19. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മേൽ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. ആ വചനം പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പം ഒരു 4 മാർക്കിൻ്റെ ഒരു ചോദ്യം കണ്ടിട്ട് അതിൻ്റെ ഉത്തരം എനിക്കറിയായിരുന്നു, പക്ഷേ എനിക്കത് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പരിശുദ്ധാത്മാവിനോടൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ അതിൻ്റെ ഉത്തരം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അത് കഴിഞ്ഞപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പം എനിക്കൊരു ഉത്തരം എൻ്റെ മനസ്സിൽ വന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ ഞാനതങ്ങ് എഴുതി. പരീക്ഷ കഴിഞ്ഞു പുറത്തിറങ്ങി വന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്, നിങ്ങൾ എന്താ എഴുതി? അപ്പോൾ അവർ പറഞ്ഞു, അത് തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതെനിക്കൊരു വലിയ അനുഭവമായിരുന്നു. ഈശോയുടെ സ്നേഹം അനുഭവിക്കാനുള്ളൊരു വലിയ അവസരമായിട്ട് എനിക്കത് കിട്ടി. ഇനി ഇമ്മാനുവലിന് എന്താ പറയാനുള്ളത്? ഇത് അറബ് കൺട്രി ആയതുകൊണ്ട് ഇവിടുത്തെ സ്കൂളുകളിലൊന്നും മലയാളം പഠിപ്പിക്കാറില്ല. അതുകൊണ്ട് ഒരു വെക്കേഷനിൽ എൻ്റെ അമ്മ എന്നെ മലയാള അക്ഷരങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് എല്ലാ ദിവസമുള്ള കുർബ പ്രാർത്ഥനയിൽ എന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും അമ്മ എന്നോട് പറഞ്ഞു.
അങ്ങനെ ബൈബിളൊക്കെ വായിച്ച് വളരെയേറെ സ്പിരിച്വലി ആക്റ്റീവായി. എന്നിട്ട് ഈ വർഷം എനിക്ക് മലയാളം കമ്മ്യൂണിറ്റിയിൽ, ഇത്രയും വലിയ മലയാളം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞാൻ ശുശ്രൂഷകനെ തിരഞ്ഞെടുത്തു. അതൊരു വലിയ അനുഗ്രഹമായി എനിക്ക് മാറി. അതിനൊക്കെ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഇപ്പം കേട്ടതുപോലെ ജോഹാന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ക്രിക്കറ്റ് അക്കാഡമിയിൽ പോകാറുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ടീമിൽ സെലക്ട് ചെയ്ത്. under-16 ആയിരുന്നു. കോച്ച് പറഞ്ഞു ഒരു ഇംഗ്ലണ്ട് ടീമാണ്, ഒത്തിരി വെരി സ്ട്രോങ് ടീമാണ്. ഞാൻ 11 ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഒത്തിരി ടെൻസ്ഡായി പോയി. ഞാൻ ഈ ഫസ്റ്റ് പ്രാവശ്യം under-16 കളിക്കായിരുന്നു, അതുകൊണ്ട് ഒത്തിരി ടെൻസ്ഡായി പോയി. ഇപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് മമ്മിയോട് പറഞ്ഞു. മമ്മി പറഞ്ഞു വാട്ട് എവർ യു ഡു ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അത് എനിക്ക് ഒത്തിരി ഫെയ്ത്ത് തന്നു. ഞാൻ മാച്ച് കളിക്കാൻ പോയപ്പം കോച്ച് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഓവർ ബോൾ ചെയ്യാൻ പോകുന്നു. അത് പിന്നെ മുന്നേ ഒത്തിരി ടെൻസ്ഡാക്കി. പിന്നെ ഞാൻ പപ്പ ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് ഞാൻ പപ്പയോട് പോയി പറഞ്ഞു. പപ്പ പറഞ്ഞു യു ജസ്റ്റ് പ്രേ ആൻഡ് പ്ലേ ദ മാച്ച് യുവർ വേ വിച്ച് ഗോഡ് വാണ്ട്സ് യു ടു പ്ലേ. ഓക്കെ, അത് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും ഐ ട്രൈ ടു ഡു വാട്ട് മൈ ഫാദർ സെഡ്. അതുകൊണ്ട് ഞാൻ പോയി കളിക്കാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ബോൾ എനിക്ക് വിക്കറ്റ് കിട്ടി. ആ മാച്ച് ഒത്തിരി നല്ലതായിട്ട് പോയി എനിക്ക്. അത് എൻ്റെ ഫെയ്ത്തിനെ നല്ലതായിട്ട് ഇൻക്രീസ് ചെയ്തു. അതെ, ജോഹാൻ പറഞ്ഞതുപോലെ പഠനകാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലായാലും നമ്മൾ ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുത്താൽ നമുക്കെന്നും ഉന്നത വിജയം ഉണ്ടാവും. അതിൻ്റെ ഒരു വലിയ തെളിവാണ് ജോഹാൻ പറഞ്ഞ ഈ കാര്യം. 1 കൊരിന്തോസ് 10:31 പറയുന്നു, അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവൻ. ജോവാൻ ചേച്ചി ഇപ്പോൾ പോളണ്ടിലാണല്ലോ. അപ്പം അവിടെയുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജോവാൻ ചേച്ചി ദൈവത്തെ കൊടുക്കാൻ ഏതെങ്കിലും വിധത്തിൽ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ട്. അമ്മ നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാൻ തുടങ്ങിയതൊക്കെ. അപ്പം എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ എണീക്കണം, പള്ളിയിൽ പോകണം. അന്നൊക്കെ കഷ്ടപ്പെട്ട് അവർ വിളിക്കുന്നതുകൊണ്ട് പോകുമായിരുന്നു, ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ പോളണ്ടിൽ വന്നതിന് ശേഷം അങ്ങനെ നമ്മളെ ആരും കമ്പൽ ചെയ്യാനില്ല പള്ളിയിൽ പോകണം എന്നൊക്കെ പറയാൻ. അപ്പം പക്ഷേ ഒരു ദിവസത്തെ മാസം പോലും മിസ് ചെയ്യുമ്പോൾ അതെൻ്റെ മനസ്സിലൊരു വലിയ ഭാരമായിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ പറ്റുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും തന്നെ ഞാൻ കുർബാനയ്ക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു അന്ന്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, നീ വരുന്നോ എൻ്റെ കൂടെ പള്ളിയിൽ കുർബാനയ്ക്ക്? അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ മൊത്തം പഠിച്ചു കഴിഞ്ഞില്ല, അപ്പം ഞാൻ വരുന്നില്ല, എക്സാം അല്ലേ. അപ്പം ഞാനും ഓർത്തു, അയ്യോ ഞാനും പഠിച്ചു കഴിഞ്ഞില്ലല്ലോ, ഇപ്പോൾ പള്ളിയിൽ പോകണോ അതോ പഠിക്കണോ? എങ്കിലും ഞാൻ ഓർത്തു ഈശോയ്ക്ക് ഫസ്റ്റ് പ്ലേസ് ഈശോയ്ക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ പള്ളിയിൽ പോകാമെന്ന് ഓർത്തു. എന്നിട്ട് ഞാൻ പള്ളിയിൽ പോയി കുർബാന കൈക്കൊണ്ടു, വന്നിട്ട് തിരിച്ചു വന്നു, എക്സാം എഴുതി, റിസൾട്ട് വന്നു. അപ്പോൾ ഒരു നല്ല ഗ്രേഡ് തന്നെ കിട്ടി. അപ്പം അതിലൂടെ എനിക്ക് മനസ്സിലായി, അത് ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഈശോ ഉടനീളം സഞ്ചരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യം ഞാൻ എൻ്റെ കൂട്ടുകാർക്കും പകർന്നു കൊടുത്തു. ഓഫ് കോഴ്സ് ജോവാന ചേച്ചി പറഞ്ഞ പോലെ തന്നെ ജോവാന ചേച്ചിയുടെ ഈ ടെസ്റ്റിമോണി തന്നെ നമുക്ക് മനസ്സിലാക്കാതെ വിശുദ്ധ കുർബാനയാണ് എപ്പോഴും ഹയസ്റ്റ് ഫോം ഓഫ് പ്രെയർ. അതിലൂടെ നമ്മളുടെ ഡെയിലി ലൈഫിന് നമുക്ക് ഒത്തിരി ഗ്രേസും ബ്ലെസ്സിങ്സും ഒക്കെ ലഭിക്കും. പിന്നെ ഈശോയെ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് വേ നമ്മളുടെ ആക്ഷൻസും നമ്മുടെ പ്രവൃത്തി കൂടെ. അപ്പോൾ നമ്മളെപ്പോഴും നല്ല ആക്ഷൻസും ചെയ്ത് നല്ല ഡീഡ്സൊക്കെ ചെയ്താൽ മറ്റുള്ളവർക്ക് ഈശോയെ നമ്മൾ തന്നെ കാണും. നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിൽ ഫ്രണ്ട്സിനൊക്കെ ഈശോയെ പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? എനിക്കുണ്ട് ചേച്ചി. ഞാൻ ഒത്തിരി ആൾക്കാർക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റോറി എൻ്റെ ഹാർട്ട് റിയലി ടച്ച് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അവളെപ്പോഴും ക്ലാസ്സിൽ സാഡ് ആൻഡ് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു. എപ്പോഴും ബാക്കിലൊക്കെ പോയി ഇരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ നല്ല ഫ്രണ്ടായതുകൊണ്ട് ഞാൻ അവളെ പോയി ചോദിച്ചു, എന്തുവാ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അവളെന്നോടൊന്നും പറയില്ലായിരുന്നു. അവൾ പറഞ്ഞു എനിക്ക് പറയാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾ കുറേ നിർബന്ധിച്ച് കഴിഞ്ഞ് അവൾ പറഞ്ഞു അതെനിക്ക് വലിയ ഹാപ്പി ഒന്നുമില്ല. അപ്പോൾ ഞാൻ അവളെ ചോദിച്ചു, നീ ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ദൈവത്തോട് അത്രയും കൂട്ടില്ല, എനിക്കിഷ്ടമില്ല ദൈവത്തെ എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ നല്ല കൂട്ടുകാരനായി ഈശോയെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അവൾക്ക് ഈശോയെ പറ്റി കുറേ പറഞ്ഞു കൊടുക്കാനൊക്കെ എനിക്ക് സാധിച്ചു. പിന്നെ അവൾക്ക് ഈശോയോട് ഒത്തിരി സ്നേഹം വരാനും തുടങ്ങി. എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എൻ്റെ പേരൻസാണ്. ബിക്കോസ് അവർ അവരുടെ പേഷ്യൻസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും പിന്നെ വീട്ടിലാണെങ്കിലും കുടുംബ പ്രാർത്ഥനയെ രോഗിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും പിന്നെ അവരുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ അവരെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈശോയുടെ നാമം പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുക. അപ്പോൾ എനിക്കതൊരു ഇൻസ്പിറേഷനായിരുന്നു. എമ്മാനുവൽ, നിന്റെ മാതാപിതാക്കൾ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി സമയം ചെലവഴിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? ആദ്യമൊക്കെ കൊച്ചു കൊച്ചു കുറവുകളൊക്കെ തോന്നി. അമ്മയാണെങ്കിൽ എല്ലാ ദിവസവും ഈ നഴ്സസ് മിനിസ്ട്രി പോകാൻ തുടങ്ങിയ ശേഷം എല്ലാ ദിവസവും
പ്രാർത്ഥിക്കുകയും അങ്ങനെ വചനങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായി എനിക്ക് മാറി. പിന്നെ അമ്മ ഫേസ്ബുക്കൊക്കെ നിർത്തി, TV കാഴ്ചയിൽ നിർത്തി. പിന്നെ അമ്മ വേർഡ് ഓഫ് ഗോഡൊക്കെ ഞാനും കേൾക്കുമായിരുന്നു. അമ്മ തുണി തേക്കുമ്പോഴൊക്കെ അമ്മ വേർഡ് ഓഫ് ഗോഡ് കേൾക്കുന്നത് അതെനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ അപ്പച്ചനാണെങ്കിൽ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേറ്റ് പേഴ്സണൽ പ്രയർ ചെല്ലുകയും ഞങ്ങൾ ആണെങ്കിൽ എല്ലാ ദിവസവും കുർബാനയ്ക്കും പോവും. അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായി മാറി. ഞാനാണെങ്കിൽ നഴ്സസ് മെസ്സി നടത്തുന്ന എല്ലാ മാസമുള്ള നൈറ്റ് വിജിൽ, പിന്നെ 24 hour റോസറി അതിലൊക്കെ സംബന്ധിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ എനിക്കൊരു വലിയ സന്തോഷമായി. അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോഹാൻ, നിനക്ക് എന്നെപ്പോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ട്. മമ്മി നഴ്സ് മിനിസ്ട്രി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മമ്മി എല്ലാ ദിവസവും രാവിലെ പേഴ്സണൽ പ്രയർ ചെയ്യും, ഡെയിലി മാസിന് പോവും. മമ്മി എന്നോട് എല്ലാം ഗോസ്പൽ വേഴ്സും പറയും. പിന്നെ മമ്മി ഞാൻ എന്തെങ്കിലും റോങ് ചെയ്താൽ മമ്മി വന്നിട്ട് പറയും, എന്തിനാ ഇത് നീ എന്ത് ചെയ്തത്. പിന്നെ ബൈബിളിന് വേഴ്സ് എടുക്കും, പിന്നെ പറയും അത് റീഡ് ചെയ്യുമ്പം ഒരു വേഴ്സ് കിട്ടും. അപ്പം അതിൻ്റെ ബേസ് മമ്മി എന്നോട് പറയും ഞാൻ എന്ത് റോങ് ചെയ്തത്. പിന്നെ ഞങ്ങൾ വീക്ക്ലി കൺഫെഷൻ പോകും. അപ്പം ഒത്തിരി ഹാർഡായിരുന്നു ഫസ്റ്റ്, മമ്മി ഫോഴ്സ് ചെയ്യുന്നു. പിന്നെ മമ്മി പറഞ്ഞു എന്തോ പറ്റും കൺഫെഷൻ ചെയ്താൽ. പിന്നെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി റിലാക്സ് ആവും, സിന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം മമ്മി നഴ്സസ് മിനിസ്ട്രി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഒത്തിരി നല്ലത്. ഞങ്ങളുടെ ഈ എക്സ്പീരിയൻസസിലൂടെ ഞങ്ങളെ കാണുന്ന ഈ പ്രിയ കൂട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ള സന്ദേശം എന്താണെന്ന് വെച്ചാൽ, രാവിലെ നമ്മുടെ പേരൻസ് നമ്മളെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് കുടുംബ പ്രാർത്ഥന ഒരു ഇച്ചിരി നീണ്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷേ അതിലൂടെയൊക്കെയാണ് നമുക്ക് ഈശോയെ ലഭിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ആ ഈശോയെ നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്കും പകർന്ന് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഇതിലൂടെയാണ്. ഞങ്ങൾ ആ ഈശോയെ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ അനുഭവിച്ച ആ ഈശോയെ നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂട്ടുകാർക്ക് ഈ ഈശോയെ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. തീർച്ചയായും ഈ കുഞ്ഞുങ്ങൾ സഭയുടെയും സമൂഹത്തിൻ്റെയും അമൂല്യ സമ്പത്ത് തന്നെയാണ്. അവരുടെ അനുഭവങ്ങളിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമായില്ലേ? മാതാപിതാക്കളുടെ മാതൃകയാണ് അവരെ ഇത്രമാത്രം ഈശോയോട് ചേർത്ത് നിർത്തുന്നത്. ഇനി നമുക്ക് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ഷേർലി ജോസി പറയുന്നത് ശ്രദ്ധിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാപിതാക്കളായ നമുക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്നാണ്. പ്രത്യേകിച്ച് വിശ്വാസത്തിലായിരിക്കുന്ന നമ്മളും നമ്മുടെ മക്കളും അതേ വിശ്വാസത്തിലും ദൈവഭയത്തിലും വളരണമെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. മക്കളെ വളർത്തുന്ന കാര്യം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു രംഗമാണ് തിബേരിയോസ് കടൽ തീരം. അവിടെ ഈശോ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അതുപോലെ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഉപമയാണ് 10 താലന്തിൻ്റെ ഉപമ. യജമാനൻ തിരിച്ചു വരുമ്പോൾ ഓരോ താലത്തിൻ്റെയും കണക്ക് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നൽകിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞ് ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടതാണ്. മാമോദീസയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട നമ്മുടെ കുഞ്ഞ് ഒരു വിശുദ്ധയായിട്ടാണ്
നമ്മുടെ കയ്യിൽ നൽകിയിരിക്കുന്നത്. ഈ കുഞ്ഞിനെ അതേ വിശുദ്ധിയിൽ തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. ഈ വിശുദ്ധിയിലേക്കുള്ള പരിശീലനം എവിടെ തുടങ്ങും? നല്ല വൃക്ഷത്തിനെ നല്ല ഫലങ്ങൾ നൽകാൻ സാധിക്കുകയുള്ളൂ. ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഈ വിശുദ്ധിയിലേക്കുള്ള യാത്ര തുടങ്ങണം. വിശുദ്ധിയായ ഒരപ്പനും വിശുദ്ധിയായ ഒരമ്മയും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ആ കുഞ്ഞും അതേ വിശുദ്ധിയിൽ മുന്നോട്ട് പോവും. പിന്നെ ഉദരത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ചെയ്ത ഒരു കാര്യമാണ്, അവർ ആ 9 മാസത്തിനുള്ളിൽ ആ കുഞ്ഞിന് ഉറക്കെ ബൈബിള് വായിച്ച് കേൾപ്പിച്ചു. മുഴുവൻ ബൈബിൾ അവർ വായിച്ച് കേൾപ്പിച്ചു. എന്തോരം വലിയൊരു സമ്മാനമായല്ലേ ആ കൊച്ചിന് നൽകിയത്. നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ ഇമ്മ്യൂണൈസേഷൻ ചെയ്യാറുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയാ? ആ കുഞ്ഞിന് ഈ മാരകമായ രോഗത്തിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഉദരത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് വചനങ്ങൾ കേൾപ്പിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിന് വേണ്ട ആ സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റിയും റെസിസ്റ്റൻസും ഉണ്ടാവും. പിന്നെ ഈ കുഞ്ഞു പിള്ളേർ പ്രത്യേകിച്ച് 5 വയസ്സ് 6 വയസ്സ് മാക്സിമം ഒരു 8 വയസ്സ് വരെയുള്ള ആ പ്രായത്തിൽ ആ കുഞ്ഞുങ്ങളോട് എന്ത് പറഞ്ഞാലും അവരത് സ്വീകരിക്കും. കൊച്ചു ത്രേസ്യ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ മനസ്സ് മെഴുകു പോലെയാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അതേപടി അത് പതിപ്പിക്കും. അപ്പം നമുക്ക് ആ ഒരു പ്രായത്തിൽ മാക്സിമം നമുക്ക് മക്കളുടെ കൂടെ ആയിരിക്കാൻ ശ്രമിക്കാം. വചനത്തിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്, നിയമാവർത്തനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ കൽപ്പനകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, നിങ്ങളുടെ മക്കളോടും അത് പഠിപ്പിക്കുക. അവർ യാത്ര ചെയ്യുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും അവർ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും ഈ കൽപ്പനകൾ അവരോട് പറയുക. അതുപോലെ തന്നെ നമ്മളും പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഈ മക്കളത് സ്വീകരിച്ചോളും. പ്രത്യേകിച്ച് പാപത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഈശോ ഏക രക്ഷകനാണെന്നുള്ള ബോധ്യങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ട് ചെറിയ രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഇത് അവരുടെ ഹൃദയത്തിൽ അവസാനം വരെ പതിപ്പിച്ചിരിക്കും. നഴ്സുമാരായ നമുക്ക് ഈ സമയത്തെക്കുറിച്ച് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നൈറ്റ് ഡ്യൂട്ടിയും ഷിഫ്റ്റ് ഡ്യൂട്ടിയും ഒക്കെ വരുമ്പോൾ നമുക്ക് ഇവരുടെ കൂടെ അധികം സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വരും. പക്ഷേ ഈ പ്രായത്തിലെ പിള്ളേരോട് നമ്മൾ ഇച്ചിരി സമയം എടുത്തെങ്കിലും ഇവരുടെ കൂടെ ആയിരുന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. മാതാപിതാക്കളാണ് അവർക്ക് കാണപ്പെടുന്ന ദൈവം, അവർ പറയുന്നതാണ് വേദവാക്യം. പിന്നെ അതുപോലെ തന്നെ ഈ പിള്ളേർ വളരും തോറും നമുക്ക് ഡിസിപ്ലിനിങ് അത്യാവശ്യമാണ്. കുഞ്ഞുനാളിലെ നല്ലൊരു പരിശീലനം കിട്ടിയ ഒരു കുഞ്ഞ് വലുതാവുമ്പോഴും നല്ലൊരു കുഞ്ഞായി മാറും. നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിയുമ്പം നമ്മൾ ഒരു വർഷം PC തോമസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് വിടാറില്ലേ? അവിടെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു ടൈം ടേബിൾ. ഈ കുഞ്ഞുങ്ങളെ ആ ടൈം ടേബിൾ അനുസരിച്ച് ഒരു പരിശീലനമാണ്. നമ്മുടെ ഭവനത്തിലും ഒരു ടൈം ടേബിൾ ഉണ്ടാകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് എനിക്ക് 6 മക്കളാണ് ഉള്ളത്. ഈ 6 മക്കളെ വളർത്താൻ അത്ര എളുപ്പമല്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയൊരു ക്രമീകരണം ഉള്ളത് കൊണ്ട് അധികം ബുദ്ധിമുട്ട് തോന്നാതെ തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ഒരു ടൈം ടേബിളിൽ എല്ലാത്തിൻ്റെ ഒരു ടൈം ചെക്ക് പ്രാർത്ഥനയാണ്. രാവിലെ 6 മണിയാകുമ്പം പിള്ളേർ ഒരുങ്ങി മോർണിംഗ് പ്രേയേഴ്സിന് വന്നിരിക്കണം. അപ്പോൾ ആ ഒരു 6 മണി മോർണിംഗ് പ്രേയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ഒരുങ്ങി എല്ലാവരും ആ സമയത്ത് എത്തിച്ചേരും. അവർ രാവിലത്തെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അവർ സ്കൂളിൽ പോകുന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അവർ ഡ്രസ്സ് മാറി പെട്ടെന്ന് 3 മണി പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും. അപ്പോൾ അത് കാരണം അവർ പെട്ടെന്ന് 15 മിനിറ്റിനുള്ളിൽ എല്ലാവരും ഡ്രസ്സ് മാറി സാധനങ്ങളൊക്കെ അതതായ സ്ഥലത്ത് എടുത്ത് വെച്ച് അവർ ആ 3 മണി പ്രാർത്ഥനയ്ക്ക് വരും. അപ്പോൾ 3 മണി പ്രാർത്ഥന കഴിയുമ്പോഴാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ആ 3 മണി പ്രാർത്ഥന എനിക്ക് വലിയൊരു അനുഭവമായി മാറുന്നത് ആ സമയം എനിക്ക് ഇവർ ഏറ്റവും കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. അവരുടെ സ്കൂളിൽ എല്ലാ കാര്യങ്ങളും അവർ പറയും. അവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവരെ ഓർമ്മിപ്പിക്കും, അത് അവരവിടെ പ്രാർത്ഥിക്കും.
അപ്പോൾ ഇതൊരു വലിയൊരു അനുഭവമാണ് അവർക്ക്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 3 മണി ഞങ്ങൾ പ്രാർത്ഥിച്ച പല കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്. അത് സാധിച്ചു കഴിയുമ്പോൾ ഇവർക്കൊരു സന്തോഷം, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 7:30-ക്കാണ് ഞങ്ങളുടെ കുരിശുവര. ഇവരുടെ ഹോംവർക്ക് തീർന്നാലും തീർന്നില്ലേലും ഇവർ 7:30-ക്ക് കുരിശ് വരയ്ക്കാൻ വന്നിരിക്കണം. പക്ഷേ ഈ കുരിശുവരയ്ക്ക് പലപ്പോഴും പകുതി ഹോംവർക്ക് ഇട്ടേച്ചായിരിക്കും അവർ വരുന്നത്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ ആ നിയമം, ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ എവിടെ വെച്ച് ഹോംവർക്ക് ചെയ്ത് തീർന്നോ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് കുരിശ് വരയ്ക്കാൻ വരാൻ. പക്ഷെ ഇങ്ങനെ കുറച്ച് നാൾ പോയപ്പോഴത്തേക്ക് എൻ്റെ പിന്നെ വേറെ ഒരു കാര്യം അവർ ചെയ്യുന്നത്, പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഒരു വചനം പഠിച്ചിട്ടാണ് അവരിയ്ക്കുന്നത്. ആ വചനം അവർ പഠിച്ചിട്ട് ഒരു ബുക്കിൽ എഴുതും. ഒരു ബുക്ക് അതിനു വേണ്ടി തന്നെ വെച്ചിട്ടുണ്ട്. ആ ബുക്കിൽ എഴുതിയിട്ട് അവരെന്നെ വന്ന് കേൾപ്പിച്ചിട്ടാണ് അവരവരുടെ പഠിത്തം തുടങ്ങുന്നത്. ഞാനിതൊരു ധ്യാനത്തിൽ കേട്ടതാണ്, പിള്ളേർ വചനം പഠിച്ചു കഴിയുമ്പം ബാക്കി എല്ലാ വിഷയങ്ങളും ഈസി ആയിട്ട് മാറുമെന്ന്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു സംശയം. ഈ പിള്ളേർ പ്രാർത്ഥനയൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട്, ടൈം ടേബിൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, പക്ഷേ ഇവരുടെ പഠിത്തം അത്രയും പോരാന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ഇവർക്ക് പഠിത്തത്തിൽ വേണ്ടത്രയും ശ്രദ്ധ കൊടുക്കുന്നില്ലയോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ദൈവത്തിലേക്ക് സമർപ്പിച്ചു. ഈശോയെ, എനിക്കിങ്ങനത്തെ ഒരു സംശയമുണ്ട്, ഇതെന്താ നീ തന്നെ പഠിപ്പിച്ചതാന്ന് പറഞ്ഞു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ ദൈവം ഈ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം നൽകി. അവരുടെ സ്കൂളിൽ ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്കിംഗ് എക്സാം നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ രണ്ടാമത്തെ മോൾക്ക് സയൻസിലും മാത്സിലും ഹയർ ഡിസ്റ്റിങ്ഷനാണ് കിട്ടിയത്. അതുപോലെ തന്നെ വേറൊരു കൊച്ചിന് മാത്ത് ചാമ്പ്യൻഷിപ്പ് എന്ന ഒരു സർട്ടിഫിക്കറ്റും ആ അടുത്ത ആഴ്ചയിൽ തന്നെ കിട്ടി. ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉത്തരവാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തെ കൊടുത്താൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമുക്ക് ഈ വചനം എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എന്നൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ തെറ്റിയ ഒരവസ്ഥ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ വീണ്ടും ഞങ്ങളുടെ ഭവനത്തിൽ ആ ക്രമീകരണം തരണമേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, 6 മക്കൾ അതിനകത്ത് ഒരെണ്ണം അസുഖം വന്ന് കിടന്നു പോയാൽ ബാക്കിയെല്ലാം തെറ്റും. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ക്രമീകരണം ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ട്. എന്നാണ് ഒരു മാതാപിതാവിൻ്റെ ഉത്തരവാദിത്തം തീരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത്, എന്ന് എൻ്റെ കുഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിനോട് പറഞ്ഞ് ദൈവത്തോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തം തീർന്നു എന്നാണ്. എൻ്റെ ഉത്തരവാദിത്തം തീരണമെങ്കിൽ എൻ്റെ കുഞ്ഞ് ദൈവത്തെ അറിയണം. അതിന് ഞാൻ എത്രയും പെട്ടെന്ന് എത്രയും നേരത്തെ വരെ ദൈവത്തെ കൊടുത്തോ എൻ്റെ ഉത്തരവാദിത്തം അത്രയും കുറയും. ഇപ്പോഴും ഉണ്ട് എത്രയോ മാതാപിതാക്കൾ മക്കൾക്ക് 40 വയസ്സായിട്ടും 50 വയസ്സായിട്ടും മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ. ഞാൻ ഒത്തിരി കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന ഒരു ചേച്ചി, ആ പിള്ളേർക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും രണ്ടാമത്തെ വേറെ കൊച്ച് 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ആ ചേച്ചി ഇവരെ ഒത്തിരി വചനം കൊടുത്ത് പ്രാർത്ഥനയിൽ നന്നായിട്ട് ഇവരെ പരിശീലിപ്പിച്ചായിരുന്നു. പെട്ടെന്ന് ഈ ചേച്ചിക്ക് ഒരു ട്യൂമർ വന്ന ചേച്ചി മരിച്ചുപോയി. പക്ഷേ ഞാൻ ഇപ്പോഴും സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്, ഈ ചേച്ചിയുടെ ദൗത്യം പൂർത്തിയാക്കിയിട്ടാണ് മരിച്ചത്. ഈ കുഞ്ഞുങ്ങളെ ഇപ്പോഴും ഞാൻ കാണുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ ദൈവത്തെ കാണിച്ചു കൊടുത്തിട്ടാണ്, ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് ഈ ചേച്ചി ഈ ലോകം വിട്ടുപോയത്. ഏറ്റവും വലിയൊരു സമ്മാനം നമുക്ക് മക്കൾക്ക് കൊടുക്കാവുന്നത് ദൈവത്തെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ പിള്ളേർ വളരും തോറും നമുക്കറിയാം, അഡോളസൻസും പ്യൂബർട്ടിയിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പറച്ചിൽ കുറച്ചിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുക ചെയ്യരുത്. നമ്മളെല്ലാവരും നഴ്സിങ്ങിൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുമുണ്ട്, നമ്മളത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പേഷ്യൻസിന്, അല്ലേ? ശരിക്കും ഒരു ക്രൈസിസ് ആണ് ഈ പ്യൂബർട്ടിയും അഡോളസൻസിലേക്കും പോകുന്ന മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ ക്രൈസിസിൽ നമ്മൾ ചെയ്യേണ്ടത് മോശ ചെയ്തതുപോലെ കൈ വിരിച്ചു പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ക്രൈസിസിൽ നിന്ന് അവർ അപ്പുറത്തേക്ക് കടക്കാൻ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഈ മക്കളെ പരിശീലിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലെറ്റ് ആർ എസ് ബി എസ് ആൻഡ് നോ ബി നോ. നമ്മുടെ മനസ്സിൽ നോ ആണെങ്കിൽ അത് നോ തന്നെ ആയിരിക്കട്ടെ, യെസ് ആണെങ്കിൽ യെസ് തന്നെ ആയിരിക്കട്ടെ. ആദ്യം നോ പറഞ്ഞിട്ട് പിന്നീട് ഈ പിള്ളേർ കരഞ്ഞ് വാശി പിടിച്ച് ബഹളം വെച്ച് പിന്നെ നമ്മളത് സമ്മതിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ
നമ്മുടെ വാക്കിന് വില ഉണ്ടാകുകയില്ല. അത് കുഞ്ഞിലെ തന്നെ അവർ വളരെ ക്ലിയർ ആയിരിക്കണം. എൻ്റെ മാതാപിതാക്കൾ നോ പറഞ്ഞാൽ അത് നോ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നീട് നമ്മളത് പിള്ളേരെ അനുസരണയിലേക്ക് കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. എൻ്റെ മൂത്ത മോൻ ടീനേജ് ആയിരുന്നപ്പോൾ എനിക്ക് അവനെക്കുറിച്ച് ഒത്തിരി ഒരു ആകുലത ഉണ്ടായിരുന്നു. അവൻ വഴി തെറ്റിപ്പോവോ, അവൻ്റെ കൂട്ടുകെട്ട് നല്ലതാണോ, ഇവന് വലിയ പ്രാർത്ഥനയൊന്നും ഞാൻ കാണുന്നില്ല. ഇവനെക്കുറിച്ച് എനിക്ക് വലിയൊരു ആകുലതയായിരുന്നു. ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിനകത്തൊരു ടെൻഷനായിരുന്നു. അന്ന് എനിക്കൊരു വചനം കിട്ടി. ആ വചനം ഇങ്ങനെയായിരുന്നു. ഐസായ 44 3 വചനം ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. അതിനകത്ത് മരുഭൂമിയിൽ എൻ്റെ ജലം ഒഴുക്കും, നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഈ വചനം കേട്ടപ്പോൾ മുതൽ എനിക്ക് വലിയൊരു ആശ്വാസമായി. ഞാൻ ദാഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ മക്കളിലേക്കും ആത്മാവ് ദൈവം ഒഴുക്കും എന്നുള്ളത്. മോൻ ഹോസ്റ്റലിലായിരുന്നപ്പോൾ എൻ്റെ ഭർത്താവ് അവനയച്ച ഒരു മെയിൽ ഇങ്ങനെയായിരുന്നു. ഐ ആം ഓഫറിങ് യു എവറി ഡേ അറ്റ് മാസ്. യു ക്യാൻ നോട്ട് ഗെറ്റ് ലോസ്റ്റ്, യു ക്യാൻ നെവർ ഗെറ്റ് ലോസ്റ്റ്. ആ വിശ്വാസം വീണ്ടും എന്നെ ശക്തിപ്പെടുത്തി. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. ഞാൻ വേറെ ഒരു ക്ലാസ്സിൽ കേട്ട ഒരു കാര്യമാണ്, നമ്മുടെ മക്കളെ പ്രാർത്ഥനയുടെ കയറിട്ട് കെട്ടുക. നമ്മുടെ പ്രാർത്ഥന മുറുകും തോറും ഈ കയറും മുറുകും. നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാനുള്ള ഒരു മെയിൻ കാരണം അവരുടെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തിൻ്റെ കുറവാണ്. അവരുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും ഈ ലോകത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പുറകെയോ ഒരു മോഹത്തിൻ്റെ പുറകെയോ ടെംപ്റ്റേഷൻ്റെ പുറകെയോ പോവുകയില്ല. നമ്മുടെ കുടുംബത്തിലാണേലും ഈ മക്കളിൽ ചില അനുസരണക്കേട്, സ്വഭാവത്തിൽ എന്തെങ്കിലും കുറവുകൾ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുക. ഞാൻ എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ ഈ നിമിഷം വരെ അവരുടെ മനസ്സിനേറ്റിരിക്കുന്ന ഓരോ മുറിവിനെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകാൻ പ്രാർത്ഥിക്കും. ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ചിട്ട് മനുഷ്യ സ്നേഹത്തിൻ്റെ എല്ലാ കുറവുകളും ദൈവസ്നേഹത്താൽ നിറയ്ക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. ഇവരുടെ ഹൃദയത്തിലെ എല്ലാ മുറിവുകൾ ഉണങ്ങിക്കഴിയുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് ഇവർ നിറയും. അതുപോലെ തന്നെ ഇവരിൽ എന്തെങ്കിലും പാപങ്ങൾ, ജോബ് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ മക്കളിൽ എന്തെങ്കിലും പാപങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഇവരുടെ മനസ്സിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ കടന്നു വന്ന എല്ലാ പാപക്കറങ്ങളെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകും. പിന്നെ എന്തെങ്കിലും ബന്ധനങ്ങൾ, സാത്താൻ ഇവരുടെ മേൽ എന്തെങ്കിലും ക്ലെയിംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാത്താൻ ഇവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ ആ മേഖലയും കൂടെ ഈശോയുടെ തിരുരക്തത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇവരെ ഈ 3 മേഖലയും എന്നും ഞാൻ തിരുരക്തത്താൽ കഴുകി പ്രാർത്ഥിക്കും. ഇവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഇവരും എന്നും ഈ പ്രാർത്ഥന ചൊല്ലും. എന്നിട്ട് ഇവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ മക്കൾ തന്നെ വലിയ വ്യത്യാസം ഞാൻ കാണാറുണ്ട്. അവർക്ക് അനുസരണ അത്രയും ബുദ്ധിമുട്ടാകാതെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അനുസരണയും പല കാര്യങ്ങളും അവരിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. ദൈവം നമ്മെ വിശുദ്ധിയിലേക്കാണല്ലോ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധരാകാൻ ശ്രമിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തെയും ഈ വിശുദ്ധിയിലേക്ക് നമുക്ക് നയിക്കാം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വിശുദ്ധ എമിലിയുടെ ജീവിത ചരിത്രം. അവൾ കുഞ്ഞായിരുന്നപ്പോൾ മുതലേ ഒരു വിശുദ്ധയാകാൻ വേണ്ടി അവൾ പ്രാർത്ഥിക്കുമായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പം വിവാഹത്തിന് മുമ്പ് തന്നെ അവളുടെ ഭർത്താവും വിശുദ്ധനാവണം എന്നുള്ള ഒരാഗ്രഹത്തോടെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അവളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളും വിശുദ്ധരാകണം എന്നവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അവളുടെ മക്കളും വിശുദ്ധരായി മാറാൻ അവൾ സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവളുടെ കുടുംബത്തിൽ അവളുടെ ഭർത്താവും അവളുടെ അമ്മായിയമ്മയും അവളുടെ 5 മക്കളും ഒരു കുടുംബത്തിൽ നിന്ന് 8 പേരാണ് വിശുദ്ധരായി മാറിയത്. പ്രൈസ് ദ ലോർഡ്. ഇതുതന്നെയല്ലേ നഴ്സിംഗ് മിനിസ്ട്രിയുടെയും ലക്ഷ്യം? നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായി മാറണം. നമ്മുടെ കുടുംബവും വിശുദ്ധരായി മാറണം. അതിന് നമുക്ക് ഓരോരുത്തർക്കും ഇതിനു വേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ
നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭൗതിക കാര്യങ്ങളെ ഈശോ എത്ര മനോഹരമായിട്ടാണ് ഒരുക്കുന്നതെന്ന് നാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഷേർലി ജോസിയിലൂടെ നമ്മുടെ ഈശോ തന്ന ഈ പുതിയ ബോധ്യത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിലും കുഞ്ഞുങ്ങൾക്ക് ഈശോയെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം ഈശോയുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾക്കായി മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുവാനുമുള്ള സമയം നാം കണ്ടെത്തണം. അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുഞ്ഞുങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.